വെൽക്കം ടു മൈ ചാനൽ കളർഫുൾ ത്രെഡ്സ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി എന്തൊക്കെയാ ബേസിക് തിങ്സ് വേണം, പിന്നെ ഒരു ബേസിക് എങ്ങനെയാ തുടങ്ങേണ്ടത് അത് മാത്രം ഇന്ന് പറഞ്ഞു തരാം. നോക്കാം എന്തൊക്കെയാ തിങ്സ് റിക്വയർഡ് ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഫാബ്രിക് പെയിൻറ്റിങ്ങിന്. ഈ കളേഴ്സാണ് ഞങ്ങൾ ഈ ഡിസൈനിന് എടുത്തിരിക്കുന്ന കളേഴ്സും ബ്രഷും. ഇതിൽ മാത്രം റൂബി കളർ മാത്രമാണ് ഫേബർ കാസ്റ്റലിൻ്റെ പ്രോഡക്റ്റ്. ബാക്കി മൂന്നും വൈറ്റും ലെമൺ യെല്ലോയും സാപ്പ് ഗ്രീനും ക്യാമലിൻ്റെ പ്രോഡക്ട്സ്. ഇത് ആദ്യം ഒരു പൂവ് എടുക്കണം. ഒരു സിമ്പിൾ ഡിസൈനാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിന് 4 പെറ്റൽസ് ഉണ്ട്. ഇതിൻ്റെ ഒരു സൈഡിന് ഞാനിപ്പം തുടങ്ങിയിട്ട് ഒരു റൂബി കളർ എടുത്തിട്ട് ബ്രഷ് നമ്പർ 1 ആണ്. അതിൻ്റെ ഒരു സൈഡിന് തുടങ്ങിയിട്ട് സെൻറ്റർ വരെ വരണം. അത് ബ്രഷിൻ്റെ ഫ്ലോ ഒരേ ഡയറക്ഷനിൽ ആയാൽ അതിന് ഒരു വൃത്തി ഭംഗിയും. അതേമാതിരി ഇതിൻ്റെ ഹാഫ് വേ വന്ന് കഴിയുമ്പം ഇതിനെ അടുത്ത ഒരു ബ്രഷ് എടുത്തിട്ട് ഞങ്ങൾ വൈറ്റ് തുടങ്ങാം. ഇതിപ്പം ഒരു ഹാഫ് വേ ഇത് റെഡ് ചെയ്തു. ഇനിയും ഒരു വേറെ ബ്രഷ് എടുത്തിട്ട് വൈറ്റ് അതിലെടുത്തിട്ട് വൈറ്റും ഈ റെഡും മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഷെയ്ഡിങ് എഫക്റ്റ് കൊടുക്കണം. ഞാൻ വൈറ്റ് എടുത്തിരിക്കുക. അതും ഒരു 1 നമ്പർ ബ്രഷാണ്. ഇതെല്ലാം റൗണ്ട് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ഇത് ഈക്വലി സ്പ്രെഡ് ചെയ്യുക. സ്പ്രെഡ് ചെയ്തിട്ട് ഇത് സെൻറ്റർ വരെ വരണം. സോ ദാറ്റ് ഇതിന് ഈക്വൽ ഞങ്ങൾക്ക് ആ ഷെയ്ഡിങ് എഫക്റ്റ് കിട്ടണമെങ്കിൽ ഈക്വലി അത് മിക്സ് ആകണം. പിങ്കും പിങ്ക് അല്ല, ഇത് പിങ്കിഷ് മാതിരി റുബി കളറായത്. പിങ്കും പറയാൻ പറ്റത്തില്ല, ഡാർക്ക് പിങ്ക് മാതിരി. അത് പിങ്ക് ആക്ച്വലി മിക്സ് ആവുമ്പോൾ ലൈറ്റ് ഷെയ്ഡാവും. റെഡ് അല്ല പറയേണ്ടത്, സത്യം പറഞ്ഞാൽ ഒരു പിങ്കിഷ് ഷെയ്ഡ്. ഇത് റൂബി റെഡ് എക്സാക്ട്ലി ബ്ലഡ് റെഡ് ഞങ്ങൾക്ക് ഇതിലെ ഫാബ്രിക് പെയിൻറ്റിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും, പക്ഷെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്കെപ്പോഴും ഈ കിട്ടുന്ന അതൊരു ഡാർക്ക് പിങ്കിഷ്. അല്ലെ പിന്നെ അതിൽ ഒരു ബ്ലാക്ക് ഇച്ചിരി ഇട്ടാലായിരിക്കും റെഡ്, ആ ബ്ലഡ് റെഡ് കളറിൽ കിട്ടുന്നത്. ഇത് ഡാർക്ക് പിങ്ക് മാതിരിയാണ്. ഇതിൽ ഇച്ചിരി വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഇത് സെൻറ്ററിൽ ഞാൻ പറഞ്ഞ മാതിരി സ്പ്രെഡ് ചെയ്തു. ഈക്വലി അത് എല്ലായിടത്തിലും ചെയ്തപ്പോഴത്തേക്കും ഒരു പിങ്കിഷ് എഫക്റ്റ്. അപ്പോൾ ഒരു സൈഡ് ഡാർക്കർ, ഒരു സൈഡ് ലൈറ്റർ, അങ്ങനത്തെ ഒരു എഫക്റ്റാണ്. ഇതേമാതിരി ഞങ്ങൾ എല്ലാം ഇതേ പാറ്റേണിൽ ചെയ്യാം. വേണേൽ നിങ്ങൾ വേറെ കളേഴ്സ്, ബാക്കി 2 പൂക്കൾക്ക് വേറെ കളേഴ്സ് ചെയ്യാം, അല്ലെ ഒരേ സെയിം കളർ ചെയ്യാം. പക്ഷെ ഞാനിപ്പം ഒരേ കളറാണ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതേമാതിരി എല്ലാം ഇതെല്ലാം ഒരു സൈഡ് ഇച്ചിരി ഡാർക്കർ വെക്കുക, ഒരു സൈഡ് കൂടുതലായിട്ട്. ഇത് കംപ്ലീറ്റഡ് ഞാൻ 3 പൂവും ചെയ്ത് വെച്ചത്. ഇതേമാതിരി ലീഫും ചെയ്യും. ലീഫിലും ഇതേമാതിരി ഹാഫ് അവേ ഡാർക്ക് ഗ്രീൻ മീൻസ് ഞാൻ സാപ്പ് ഗ്രീൻ എടുത്തിരിക്കുന്നത് ചെയ്യും. അതേമാതിരി ഒരു സൈഡിൽ നിന്ന് വൈറ്റ് എടുത്തിട്ട് അതും 1 നമ്പർ ബ്രഷിലെടുക്കുന്നത്. അപ്പം അതും റൗണ്ട് ബ്രഷാണ്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് വരുമ്പം ഒരു ഷെയ്ഡിങ് എഫക്റ്റ് കൊടുക്കും. ഇതേമാതിരി ഈക്വലി അത് സ്പ്രെഡ് ചെയ്യുന്നു വൈറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ എല്ലാത്തിനും ഷെയ്ഡിങ് വേണ്ടെങ്കിൽ, വൈറ്റ് താല്പര്യമില്ലെങ്കിൽ ഒന്നിന് ഫുൾ ഡാർക്ക് ഗ്രീൻ കൊടുക്കാം, ഒന്നിന് ലൈറ്റ് ഇതേമാതിരി വൈറ്റ് എഫക്റ്റ് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം 2 പാറ്റേൺ ആയിട്ട് വരും. അല്ലെ എല്ലാത്തിനും ഒരേമാതിരി കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാത്തിലും വൈറ്റ് മിക്സ് ചെയ്ത് വൈറ്റ് ഇടുമ്പോഴത്തേക്ക് അതിനൊരു ഷെയ്ഡിങ് എഫക്റ്റ് കിട്ടുന്ന കാരണം ഞാൻ എല്ലാത്തിനും വൈറ്റ് ഇട്ട ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുൾ ഇതേമാതിരി ഞാൻ ഇതിൻ്റെ സ്റ്റെംസും കേളി എല്ലാം ഡാർക്ക് സാപ്പ് ഗ്രീൻ വെച്ച് ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ ചെയ്തിരിക്കുക.
ഇതെല്ലാം ഞാൻ ഇനീഷ്യലി ഞങ്ങൾ ചെയ്യുമ്പം എല്ലാം കോട്ടൺ ഫാബ്രിക്കിൽ പെയിൻറ്റിങ് തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അത് കഴിഞ്ഞ് നിങ്ങൾ വേറെ ഫാബ്രിക്സിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി. ആസ് എ ബിഗിനർ ഞങ്ങൾ കോട്ടൺ ഫാബ്രിക് തന്നെ ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞ് വേറെ ഫാബ്രിക്സൊക്കെ എടുക്കുക. അതേമാതിരി ഈ സ്പ്രെഡ് ചെയ്യുമ്പോൾ ചിലർ നല്ല കൈ ഇതായി കഴിയുമ്പോൾ ഞങ്ങൾക്ക് വേണേൽ ഫ്ലാറ്റ് ബ്രഷും യൂസ് ചെയ്യാം. പക്ഷേ ഇനീഷ്യലി ഞങ്ങൾ റൗണ്ട് ബ്രഷ് തന്നെ യൂസ് ചെയ്ത് ചെയ്യുക. ഇനിയും ഇത് ലീഫും കഴിഞ്ഞു, സ്റ്റെംസും കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനാണ് കൂടെ. അത് ഞാൻ സിമ്പിൾ യെല്ലോ വെച്ച് ലെമൺ യെല്ലോ വെച്ച് ഫിൽ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇത് ചുമ്മാ ലെമൺ യെല്ലോ സർക്കിളിൽ പൂയുടെ ഇടയ്ക്ക് ഭാഗത്ത് ലെമൺ യെല്ലോ വെച്ച് ചുമ്മാ സ്പ്രെഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക ഞങ്ങളുടെ ഈ ഡിസൈൻ. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ബോക്സിൽ ഇടാം. അതേമാതിരി ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് 24 hours കഴിഞ്ഞ് വാഷ് ചെയ്യാവൂ. ഈ ഡിസൈൻസ്, ഇങ്ങനത്തെ സിമ്പിൾ ഡിസൈൻസ് നിങ്ങൾ ടേബിൾ ക്ലോത്തിലോ അല്ലെങ്കിൽ ടേബിൾ റണ്ണേഴ്സിലോ ഒക്കെ ട്രൈ ചെയ്യുക. ചെയ്തിട്ട് റഫ് ക്ലോത്തിൽ ആദ്യം പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഞങ്ങളുടെ വീട്ടിലെ ഡെക്കറേഷൻ ഐറ്റംസിലൊക്കെ ട്രൈ ചെയ്താൽ ചെറിയ ആയിട്ട് ഇനിഷ്യേറ്റ് എടുക്കുക ചെയ്യാൻ. അല്ല സാരീസൊക്കെ പിന്നെ ലേറ്റർ സ്റ്റേജിൽ ചെയ്യുക കാരണം ആദ്യം ഞങ്ങളൊരു ചെറിയ ഇത് ചെയ്താൽ നല്ല മീൻസ് എങ്ങനെ അതിൻ്റെ റിസൾട്ട് വരും കാണുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. പിന്നെ കാരണം ഞങ്ങൾ ആദ്യമേ ഒത്തിരി വലിയത് എടുക്കുമ്പോൾ ചിലപ്പോൾ മടുക്കും. അപ്പം ചെറിയ പ്രോജക്ട്സ് മാതിരി ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ആവും. എന്നാൽ ഇത് കംപ്ലീറ്റ് ആയി ഞങ്ങളുടെ ഫുൾ ഡിസൈൻ.